അടുത്ത 3 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടുകൂടി തന്നെ മഴ വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ മഴ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി തന്നെ 1-2 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അതുമാത്രമല്ല എൽ നീനോ അതായത് അത്തരത്തിൽ എൽ നീനോ എന്ന പ്രതിഭാസത്തിന്റെ സ്വാധീനത്തെ തുടർന്ന് ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയുടെ പകുതി പോലും പല ജില്ലകളിലും ലഭിച്ചിട്ടില്ല. മഴക്കുറവിനെ തുടർന്നുകൊണ്ട് അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുകയും സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം ഗണ്യമായി തന്നെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനൊത്ത വൈദ്യുതി ലഭിക്കുന്നതിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ തന്നെ പല പ്രദേശങ്ങളിലും പവർ കട്ട് തുടരുകയാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ മഴ കാർഷിക മേഖലയ്ക്കും കുടിവെള്ള ലഭ്യതയ്ക്കും അത് ആശ്വാസകരമാകുമെന്ന പ്രതീക്ഷയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, മഴ കനക്കുന്നതിനോടൊപ്പം തന്നെ കേരള തീരത്ത് കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഓഫ് ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കള്ളക്കടൽ പ്രതിഭാസം തീരം ശക്തമായ രീതിയിൽ, അതായത് ശാന്തമാകുമ്പോൾ തന്നെ പെട്ടെന്ന് വൻ തിരമാലകൾ അടിച്ചു കയറുന്ന കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും തീരത്തുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇടിമിന്നൽ വളരെയധികം അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. ആയതിനാൽ തന്നെ പൊതുജനങ്ങൾ വേണ്ട മുൻകരുതലുകൾ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ തന്നെ ഇത്തരം മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ തുടരുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സമീപം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവുമില്ല. അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ തന്നെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കുകയും അരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരണം. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കുവാനോ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകുകയും അരുത്. കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുകയും ചെയ്യുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.